ജാസ്മിനെ കൊണ്ട് പണിയെടുപ്പിക്കൂല. ഗബ്രി ചെയ്യുന്ന പരിപാടി ഇതായിരുന്നു. ടു ബി ഫ്രാങ്ക് 100% പിള്ളേർ പണിയെടുത്ത് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അത് വായിച്ച് ഗബ്രി ജാസ്മിൻ പ്രണയം എന്തായിരുന്നു? അളിയാ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ലവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറഞ്ഞ കൂടി ഞാൻ എന്റെ പവർ ഉപയോഗിച്ച് പറയുന്നു, ജാസ്മിൻ വരൂ, വേറെ ഫ്ലോറത്തെ ടീമിനെ ഒരാളെ സ്വിച്ച് ചെയ്യിപ്പിക്കും. എന്നിട്ട് അവരപ്പുറത്ത് ഇപ്പുറത്ത് സോഫയിലും മറ്റേ വാരത്തോട്ടത്തിലും പോയിട്ട് കണ്ടന്റ് ഉണ്ടാക്കലാണ് പരിപാടി. ഇപ്പൊ ചിരിച്ചില്ലേ? അവിടെ ചിരിക്കണോ കരയണോ ദേഷ്യപ്പെടണോ എന്താണ് അപ്പാന്നുള്ള അവർക്ക് വേഗം തന്നെ എല്ലാവരും ലവ് ട്രാക്ക് പിടിച്ചിട്ട് എല്ലാവരും കണ്ണിൽ വരണമായിരുന്നു. റിപ്പീറ്റഡ്ലി ഗബ്രി ചോദിച്ചിട്ടുണ്ട്, ശരണ്യജി ഞങ്ങളുടെ റിലേഷൻ പറ്റി എന്താ ശരണ്യജി പറഞ്ഞു? കമ്മിറ്റഡോ? അപ്പൊ ഇവിടെ ഈ ഗബ്രിയുടെ എന്താണ്? എനിക്ക് അകത്തിരുന്നോണ്ട് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഇതൊരു ചർച്ചാ വിഷയമായിരിക്കും. സോ ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റ് ആയിരുന്ന ശരണ്യാണ്. സോ വെൽക്കം ശരണ്യ. താങ്ക് യു സോ മച്ച്. ഈ ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസിൽ നമുക്ക് കുറച്ച് സർക്കിളുകളൊക്കെ കറക്റ്റ് ആവണമല്ലോ. ഈ ഉറക്കം, ഭക്ഷണം, അതൊക്കെ കറക്റ്റ് ആയോ ഇറങ്ങിയിട്ട്? എന്റെ സ്ലീപ്പ് സൈക്കിൾ ഒക്കെ ഇപ്പൊ ശരിയായി എന്നാണ് എന്റെ വിശ്വാസം. വരുന്നു, സ്ലോ പ്രോസസ് ആണ്, ബട്ട് ഇപ്പൊ ഓക്കെ ആണ്. എനിക്ക് ആക്ച്വലി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇനി പ്രശ്നം ആവാതിരുന്നാ മതി. ഈ കുടുംബവിളക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര മലയാളികൾ ഭയങ്കര ഐക്കോണിക് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു സീരിയലും അതിലൊരു ക്യാരക്ടറൊക്കെ ആണല്ലോ. അവിടുന്ന് ഇപ്പോൾ ഈ റിയൽ ശരണ്യനെ ശരിക്കും നമുക്ക് കാണാനുള്ള ഒരു അവസരമായിരുന്നു ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത്. ശരിക്കും നമ്മൾ എത്രത്തോളം റിയൽ ആയിട്ടുള്ള ഒരു ശരണ്യ ഉണ്ടല്ലോ, ഭയങ്കര വീട്ടിലൊക്കെ ഉള്ള അല്ലെങ്കിൽ സെറ്റിൽ ക്യാമറ റോൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ശരണ്യ എത്രത്തോളം ഉണ്ടായിരുന്നു അവിടെ? ഞാൻ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ കാല് കുത്തുന്ന സമയം തൊട്ടിട്ട് ഉള്ളിൽ കയറി പുറത്തിറങ്ങി വീട്ടിലും ഇപ്പോഴും റിയൽ ശരണ്യാണ്. ഇതാണ് ശരണ്യ. ഐ മീൻ ഞാൻ കുടുംബവിളക്ക് പറഞ്ഞല്ലോ, കുടുംബവിളക്കിലെ വേദിക എന്ന് പറഞ്ഞ കഥാപാത്രം ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ശരണ്യ ഇപ്പം ബിഗ് ബോസിൽ നിങ്ങൾ കണ്ട ശരണ്യൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് വേദിക. അപ്പം ഞാൻ എപ്പോഴും ആ റോള് ചെയ്യുമ്പോൾ പുറത്തെല്ലാവരും സംസാരിക്കുമായിരുന്നു, അയ്യോ അങ്ങനെ ക്രൂരിയാണോ അങ്ങനെ ഇങ്ങനെന്നൊക്കെ സംസാരിക്കുമായിരുന്നു. പക്ഷെ എന്നോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ആ പിക്ചർ അതുപോലെ അങ്ങ് മാറുമായിരുന്നു. എനിക്ക് എന്നെ അറിയാമല്ലോ, ഐ വാസ് സ്വീറ്റ് ക്യൂട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ആ ബിഗ് ബോസ് ഹൗസിൽ പോകാൻ നേരത്തും ഞാൻ അവിടെ ലാലേട്ടനോട് പറഞ്ഞ സംഭവം ഇത് തന്നെയാണ്, ഞാനായിട്ട് നിൽക്കും, ഞാൻ ശരണ്യ ആനന്ദായിട്ടാണ് ഈ വട്ടം ബിഗ് ബോസ് ഹൗസിലേക്ക് വരാൻ പോകുന്നത്. ശരണ്യ എന്താണോ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശരണ്യയുടെ സ്വഭാവം അതൊക്കെയാണ് എനിക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഓക്കെ, എനിക്ക് 100 ദിവസം നിൽക്കാനുള്ള സ്വപ്നത്തിലാണ് ലാലേട്ടൻ ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് എന്നുള്ള ഒരു പോയിന്റ് ഇനിഷ്യലിൽ തന്നെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ പോയിന്റിൽ തന്നെ ഞാൻ ലാസ്റ്റ് വരെ നിന്നു, എല്ലാവരോടും ബായ് എന്ന് പറഞ്ഞിറങ്ങിയാണ് എൻ്റെ വിശ്വാസം. അത് തന്നെയാണ് ഞാൻ. ഇപ്പോൾ ശരിക്കും നമ്മൾ ഈ ബിഗ് ബോസിലെ ആർട്ടിസ്റ്റുകൾ പൊതുവേ വരുമ്പോണ്ടല്ലോ നമുക്കൊരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ. കാരണം ഈ ആർട്ടിസ്റ്റുകൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസാണ്, ഈ നമ്മളെപ്പോഴും കണ്ട് വന്നിട്ടുള്ള ഫേസുകളായിരിക്കാം. അങ്ങനെ ഒരുപാട് സീസണാണ്. അപ്പം അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അവർക്ക് ഈ ഗെയിമിലേക്ക് ഭയങ്കര ഇൻവോൾവ് ആയിട്ട് ഇറങ്ങാനുള്ളൊരു റിസ്ക് കൂടെ ഉണ്ട്. കാരണം ആളുകൾ എങ്ങനെ വിചാരിക്കും എന്നുള്ളത് ഒരു ഭയങ്കര വലിയൊരു കാര്യമാണല്ലോ. കാരണം മൊത്തം നമ്മൾ കാണുന്നത് ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഫുള്ളും കാണുന്നത്. അങ്ങനത്തെ ഒരു റിസ്കിന്റെ ഒരു ഫാക്ടർ അല്ലേ ശരിക്കും ബിഗ് ബോസിലെ ആർട്ടിസ്റ്റുകൾ പോകുമ്പോഴത്തേക്കും? ആർട്ടിസ്റ്റുകൾ ബിഗ് ബോസിലേക്ക് പോകുമ്പം ദേ ഹാവ് ടു തിങ്ക് സോ മെനി തിങ്സ്. ഫോർ എക്സാമ്പിൾ, പ്രേക്ഷകർക്ക് അറിയാൻ ഭയങ്കര ആകാംക്ഷയായിരിക്കും സത്യം പറഞ്ഞാൽ ഈ ആർട്ടിസ്റ്റിൻ്റെ റിയൽ ക്യാരക്ടർ എന്താണെന്നുള്ളത്. അതൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും. എല്ലാവരും എത്ര ഫെമിലിയർ ഫേസ് അവിടെ വരുന്നു അത്ര അവരെ അറിയാനായിട്ട് ഉള്ള ഒരു ഈഗർ ഈ പുറത്തിരിക്കുന്ന ഓഡിയൻസിനുണ്ടാവും. അത് നാച്ചുറൽ ഒരു ഫാക്റ്റാണ്. അപ്പം ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഈ കുറേ പേര് പ്ലാനും പ്ലോട്ടും ഒക്കെ ആയിട്ട് വരുന്നവർ അതുപോലെ എന്തെങ്കിലും പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ആയിട്ട് ഈ ആർട്ടിസ്റ്റുകൾ വരുന്നെങ്കിൽ അവരുടെ കാര്യം അധോഗതിയോ സത്യം പറയുക. ടു ബി ഫ്രാങ്ക്, അവിടെ റിയൽ ആയിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഞാനത് റിയൽ ആയിട്ട് നിന്നിട്ട് ഏറ്റവും പോസിറ്റീവായിട്ട് വന്ന് ഇതുവരെയ്ക്കും
ബിഗ് ബോസ് ഹൗസിൽ പോസിറ്റീവായിട്ട് വന്ന ഒരാൾ എനിക്ക് അഭിമാനത്തോടെ പറയാം ശരണ്യാണെന്ന്. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. സോ നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യും, അങ്ങനെ ബിഹേവ് ചെയ്യും, പിന്നെ ഇങ്ങനെ യുനോ പല ട്രാക്കുകളും റെഡിയാക്കിയിട്ട് പോയാൽ കൂടി വന്നാൽ 30 ദിവസം നമ്മൾ ആ ട്രാക്കിൽ പിടിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ബേസിക് നേച്ചർ അങ്ങോട്ട് പുറത്ത് വരിക. ഈ പുറത്ത് വരാൻ നമ്മളുടെ കൂടെ ഇരിക്കുന്ന വേറെ കണ്ടസ്റ്റന്റ് ഇങ്ങനെ കൂർക്കന്മാരെ പോലെ നോക്കിയിരിക്കും. എന്തിനെന്ന് വെച്ചാൽ അവർക്ക് അത് പിടിച്ചിട്ട് കളിക്കണം, മനസ്സിലായോ? അപ്പം അവരിങ്ങനെ നോക്കിയിരിക്കുമ്പം ഈ ഒരു 30 or 40 ഓരോരോ ആൾക്കാരുടെ കപ്പാസിറ്റി പോലെയാണ് അവരുടെ ബിഹേവിയർ പിടിച്ചു നിർത്തുക എന്നുള്ളത്. പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഉള്ള ബിഹേവിയർ അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പൊങ്കാലയായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ. കാരണം അത്രയ്ക്കും കോമ്പറ്റീഷൻ മൈൻഡിലായിരിക്കും എല്ലാവരും. ഇത് ഫേക്ക്, ഇത് ഡ്രാമ, ഇത് മുഖം മൂടി, ഇത് സ്വഭാവം പുറത്ത് വന്ന് കണ്ടോ, ജനങ്ങളെ ഇത് നോക്കൂ, ഇതായിരുന്നു നിങ്ങളുടെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ തലയിലെടുത്ത് വെച്ച ആൾക്കാർ, ഇതാണ് അവരുടെ റിയൽ ക്യാരക്ടർ. ഇങ്ങനെ ഓരോ സ്റ്റിക്കർ അങ്ങ് കിട്ടും. ആ സ്റ്റിക്കർ ഇങ്ങനെ ഏറ്റെടുത്ത് നമ്മൾ പുറത്ത് വരേണ്ടി വരും. അപ്പം പിന്നെ നമ്മൾ ഫുള്ള് നെഗും ആവും, മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ പ്രത്യേകിച്ചും ആർട്ടിസ്റ്റുകൾ റിയൽ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഞാൻ അങ്ങനെ നിന്നത്. സോ എനിക്ക് അങ്ങനെ ഒരു ഫേസിൽ നിൽക്കാനായിരിക്കും ഞാൻ പറയുക. ഈ ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഇൻവിസിബിൾ ആന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. പക്ഷെ അപ്പോഴും ആളുകൾ പറഞ്ഞിട്ടില്ല ഫേക്ക് ആണെന്നുള്ളത്, പറഞ്ഞിട്ടില്ല. അപ്പോഴും ആളുകൾ പറഞ്ഞ ജെനുവിൻ ആണെന്നാ. ഈ ഫസ്റ്റ് അവിടെ ഒരു ലിപ്സ്റ്റിക് മിറർ ഉണ്ടല്ലോ, അപ്പൊ ലിപ്സ്റ്റിക് മിററിന്റെ ഫ്രണ്ടിൽ ഇരുന്നോണ്ട് ഈ ജാസ്മിനെയും ഗബ്രീനെ ഫസ്റ്റ് എക്സ്പോസ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നല്ലേ, ശ്രീത്തും ശരണും കൂടെ നിന്നിട്ട്. അവിടെയാണ് ആക്ച്വലി ഈ ആസ് എ കണ്ടസ്റ്റന്റ് എന്തൊക്കെ ഈ മൈൻഡിൽ ശരിക്കും എത്രത്തോളം പ്ലാൻ ആണെന്നുള്ളത് പ്രേക്ഷകർ അറിയുന്നത്. ഇപ്പൊ ഈ പലരെയും എക്സ്പോസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാണല്ലോ ഈ മ്യൂച്വൽ എക്സ്പോസിങ് ആണല്ലോ ശരിക്കും അവിടെ നടക്കണേ, അവരുടെ റിയൽ ക്യാരക്ടർ പുറത്തു കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്രത്തോളം അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്, ഇൻവോൾവ് ആയിട്ടുണ്ട്? ഞാൻ റിയൽ ഫേസ് എല്ലാവരുടെയും ഇറക്കാനായിട്ട് ഞാൻ എത്രത്തോളം ആൾക്കാരെ മനസ്സിലാക്കി എന്ന് പറയാം. ഞാൻ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഫസ്റ്റ് വീക്ക് ഞാൻ ഭയങ്കര സൈലൻറ്റ് പ്ലെയർ ആയിരുന്നു. ഞാൻ പറയത്തില്ല ഞാൻ ഭയങ്കര ലൗഡ് എല്ലാം പറഞ്ഞിട്ടുള്ള പ്ലെയർ ആണെന്ന് പറയില്ല. ഐ വാസ് വെരി സൈലൻറ്റ് ആൻഡ് ഐ വാസ് വെരി ക്ലിയർ പ്ലെയർ ആയിരുന്നു. ആക്ച്വലി ഒരു സിനിമയിൽ ഒരു സൈലൻറ്റ് പ്ലെയർ അല്ലെങ്കിൽ ഒരു സൈലൻറ്റ് റോൾ എന്നുള്ള ഇമ്പോർട്ടൻസ് മാതിരി ഒരു ഗെയിമിലും ഒരു സൈലൻറ്റ് പ്ലെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. സോ എൻ്റെ കുറേ കട്ട്സ് വീഡിയോസ് ഞാൻ ഇപ്പോൾ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് എടുത്തു നോക്കാം. ഞാൻ ജാസ്മിൻ ഗബ്രിയുടെ ഫേസ്, ഇവർ ചെയ്യുന്ന ലവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഇത് സംഭവം ഡ്രാമയാണ്, ഇതൊരു ട്രൂ ലവ് അല്ല. പ്രേക്ഷകരെ നിങ്ങൾ ഇതിൽ വീണ് പോവരുത്. ഇവിടെ കുറേ പേര് വീണിട്ടുണ്ട്. ഇതിലൊന്നും ഇത് ഇവരുടെ പ്ലാനാണ്, നിങ്ങളിത് സൂക്ഷിക്കണം, നിങ്ങളിത് കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ക്ലിയർ കട്ട് പറയാറില്ല, എന്നാലും എന്തൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ അവിടെ ആ സമയത്ത് ഫ്യൂ ആൾക്കാരോട് ഞാൻ ഈ കാര്യം, എല്ലാവരോടും അല്ല, ഞാൻ നോക്കിയപ്പം സപ്പോർട്ട് ചെയ്തു പോകുന്നവർ കണ്ടു. അതിൽ കുറച്ച് സീനിയർ ആയിട്ടുള്ള ഈ പറഞ്ഞ മാതിരി ആർട്ടിസ്റ്റുള്ള ഒരാളുണ്ട്. ആളോട് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് വേണ്ടാത്ത കാര്യങ്ങൾക്ക് പോകണ്ട, ഇതെല്ലാം ഡ്രാമയാണ്, വെറുതെ നെഗടിക്കാൻ പോകുന്ന പിള്ളേരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് പറയുന്നത് സെക്കൻഡ് വീക്കിലാണെന്ന് നിങ്ങൾ ഓർക്കണം. സെക്കൻഡ് വീക്കിൽ, ഫസ്റ്റ് വീക്ക് എല്ലാവരെയും നോക്കി മനസ്സിലാക്കാനും, സെക്കൻഡ് വീക്കിൽ ഞാൻ സൈലൻ്റ് ആയിട്ട് മീൻസ് പറയുന്നുണ്ട്. കാരണം അവർക്ക് നെഗാവാതെ ഇരിക്കാനാണ്, നല്ല ഇൻറ്റൻഷനിലാണ് അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അവർ ഓവർ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫേസ് ഞാൻ മനസ്സിലാക്കി. നോറ എന്ന് പറഞ്ഞ ഫേസ് എൻ്റെ നോമിനേഷൻ്റെ നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ സെക്കൻഡ് വീക്ക് തൊട്ടിട്ട് നോറയ്ക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്കൊക്കെ ഇപ്പോഴായിരിക്കും മനസ്സിലായത്. ശരണ്യക്ക് എപ്പോഴേ മനസ്സിലായി എന്നുള്ളത് നിങ്ങൾ ആ നോമിനേഷൻ ലിസ്റ്റ് ചിലപ്പോൾ ഈ സമയം ഉണ്ടെങ്കിൽ എപ്പിസോഡ്സൊക്കെ എടുത്ത് കാണാം. അപ്പം നോറേനെ ഞാൻ ഫസ്റ്റ് വീക്കിലെ സ്കെച്ച് അടിച്ചതാണ്. ഇതൊരു എന്താ പറയുക, സിമ്പത്തി ട്രാക്ക് ഓഫ് എലിമെൻറ്റ്സ്, എങ്ങനെ ഗ്രാഫ് പോകുന്ന ഒരു ട്രാക്കാണ് പിടിച്ചിരിക്കുന്നതെന്ന് നോറേനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതുപോലെ പിന്നെ ജിൻറ്റപ്പനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് നമുക്ക് കാണാം. അപ്പം ആ പുള്ളി അങ്ങനെ. പിന്നെ ഉള്ള ഓരോ ക്യാരക്ടേഴ്സ് നിങ്ങൾ എടുത്ത് നോക്കിയാലും, ഏതൊരു ക്യാരക്ടർ എടുത്തു നോക്കിയാലും എനിക്ക് ഓരോ ഇൻഡിവിജ്വൽ ക്യാരക്ടറിൻ്റെ സ്കെച്ച് ഓൾറെഡി ഉണ്ടായിരുന്നു. അതുപോലെയാണ് എൻ്റെ പോയിക്കൊണ്ടിരുന്നത്. ഇനി ഈ ഗെയിം ഇത് വെച്ചിട്ട് ഞാൻ ലൗഡായിരുന്നോ എന്നുള്ള ഒരു ചോദ്യമല്ല ചോദിച്ചത്, ലൗഡായിട്ട് പറഞ്ഞിരുന്നോ എന്ന്. ഗെയിമിൽ നമുക്കിപ്പോൾ ഞാൻ സെക്കൻഡ് വീക്കിൽ ലൗഡായിട്ട് ഗബ്രി, ജാസ്മിൻ അങ്ങനെ ഞാൻ ലൗഡായിട്ട് തന്നെയാണ് അത് പറഞ്ഞത്, മനസ്സിലായി? എല്ലാവരും ഉള്ളപ്പോൾ തന്നെയാണ് പറഞ്ഞത്. നോറയുടെ കാര്യം സൈലന്റ് ആയിട്ടായിരുന്നു പബ്ലിക്കിനെ അറിയിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എത്രത്തോളം എപ്പിസോഡ് ഞാൻ, അല്ലെങ്കിൽ അവിടെ 24 hours എത്ര സംഭവങ്ങൾ അവർ ക്ലിയർ ആയിട്ട് പുറത്തേക്ക് കാണിച്ചുണ്ടെന്ന് എനിക്ക് എപ്പിസോഡ് ഞാൻ മൊത്തം എടുത്ത് കണ്ടിട്ടില്ല, കാണിച്ചുണ്ടെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഐ വാസ് എ സൈലന്റ് പ്ലെയർ, അതെനിക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗബ്രിയും ജാസ്മിനെ ഒരേപോലെ ഗെയിമിലേക്ക്, ഐ മീൻ നോമിനേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ ഒരു തീം കൊണ്ടുവന്നത് ഞാനാണ്. അപ്പോൾ ഗെയിമിൻ്റെ ഒരു നല്ല പ്ലാനോ അല്ലെങ്കിൽ നല്ല പ്ലോട്ടോ ഇല്ലെങ്കിൽ ഈ ഒരു സംഭവം ചെയ്യത്തില്ലായിരുന്നു. സോ ഐ വാസ് എ സൈലന്റ് ഗെയിമർ. അല്ല, അപ്പോഴും ഈ പറഞ്ഞു തന്നെ ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ജാസ്മിൻ ഗബ്രിയുടെ വിഷയം തന്നെ നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ, അവരെ എല്ലാവരും ഭയങ്കര പരസ്യമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന കണ്ടത്. അതായത് നേരെ ചെന്ന് പറയാണ് അങ്ങനെയാണ്, മറ്റേ ഒന്നെങ്കിൽ ഗബ്രി അല്ലെങ്കിൽ ജാസ്മിൻ, അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രിയും. പക്ഷെ ഒരിക്കലും അവിടെ അങ്ങനെ ഒരു സ്ട്രാറ്റജി കണ്ടിട്ടില്ല, നേരെ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. പക്ഷെ മൈൻഡിൽ അത് ഉണ്ടായിരുന്നു, ഇവരിങ്ങനെ കളിക്കുന്നുണ്ടെന്ന്. ശരിക്കും അവരെ എങ്ങനെയാ ആക്ച്വലി മെന്റലി മനസ്സിലാക്കിയത് എങ്ങനെയാ ആസ് എ ഗെയിമർ, ഇവരെന്താ കളിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്? അത് ഏത് പൊട്ടനും മനസ്സിലാവും. ഒരു ദിവസം കൊണ്ട് ആർക്കും ലവ് ആവത്തില്ല, ട്രൂ ലവ് എന്തായാലും ആവത്തില്ല. അത് കാഴ്ച കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും. ഒറ്റൊരു നൈറ്റ് കൊണ്ട് അവർക്ക് ഒരു സുഹൃത്ത് ബന്ധമാണെങ്കിലും ലവ് ആണെങ്കിലും അവർ കാണിച്ച രീതി അങ്ങനെയായിരുന്നു. അവിടെ പ്രണയമാണെങ്കിലും സുഹൃത്ത് ബന്ധമാണെങ്കിലും ഒറ്റൊരു നൈറ്റിൽ വരുന്ന ഒരു ഇതല്ല. പിന്നെ ഒറ്റൊരു നൈറ്റിൽ ഏതൊരു റിലേഷൻഷിപ്പിനും ഒരു ബോർഡർ ഉണ്ട്. ഇവര് ബോർഡർ മറന്ന്, ഐ മീൻ ക്രോസ് ചെയ്തിട്ടായിരുന്നു അവരുടെ ബിഹേവിയേഴ്സ്, മനസ്സിലായോ? ഇപ്പം നമ്മൾ പബ്ലിക്കലി, ഇപ്പം നമ്മളെല്ലാവരും പബ്ലിക്കലി ഫുഡ് കഴിക്കാനിരിക്കുവാണെങ്കിൽ കൈ പിടിച്ച് കടിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, കാണട്ടെ എന്ന് പറഞ്ഞാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തെന്ന് വെച്ചാൽ കാണട്ടെ എന്ന് വെച്ചിട്ട് നമ്മളത് റിയാക്ട് ചെയ്യണം. അപ്പം അതായിരുന്നു അവരുടെ ഇൻറ്റൻഷൻ. കണ്ടന്റ് ആവണം, ഡെയിലി അവരെ പറ്റി സംസാരിക്കണം, 24 hours ക്യാമറയിൽ അവരെ പറ്റി സംസാരിക്കണം, ആൾക്കാർ സംസാരിക്കണം. പക്ഷേ ഇത് അത് ക്ലിയർ പിക്ചർ, ദാറ്റ് ഈസ് നോട്ട് ട്രൂ ലവ് ഓർ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഇതല്ല ഫ്രണ്ട്ഷിപ്പോ ലവ് ഒന്നും ഇങ്ങനെയല്ല. അപ്പം തന്നെ മനസ്സിലായി, കാര്യം മനസ്സിലായി. പിന്നെ ഒരു പോയിന്റിൽ ഇത് പുറത്ത് വന്നോന്ന് എനിക്കറിയത്തില്ല, ഞാൻ അവരോട് ക്ലിയർ, അപ്പം എന്നോട് ഗബ്രിയും ജാസ്മിനും ഒരു ദിവസം വിളിച്ച് ചോദിച്ചു, റിപ്പീറ്റഡ്ലി ഗബ്രി ചോദിച്ചിട്ടുണ്ട്, ശരണ്യ ചേച്ചി ഞങ്ങളുടെ റിലേഷൻ പറ്റി എന്താ ശരണ്യ ചേച്ചിക്ക് പറയാനുള്ളത്? അപ്പം തന്നെ ഞാൻ ഓർത്ത്, ഷെടാ ഇത് വല്ലാത്ത ഇതാണല്ലോ. ഒന്നാമത് നമ്മൾ ഇവരെ ടോളറേറ്റ് ചെയ്യുന്നു, അവിടെ ഇരുന്ന് നമ്മൾ ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ല എന്നുള്ള, എനിക്ക് അത് ഐ ഡോണ്ട് കെയർ ആക്ച്വലി. വാട്ട് എവർ ദേ ഡു ഐ ഡോണ്ട് കെയർ. എനിക്ക് എൻ്റെ സ്വഭാവം അങ്ങനത്തെ ഒരു നേച്ചർ അല്ല. എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു, എന്തിനു ചെയ്യുന്നു, അങ്ങനെ നേച്ചറല്ല. സോ ഞാൻ അതിനെ പറ്റി, ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ശരണ്യ വന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഈ ആർട്ടിസ്റ്റുകൾ വന്ന് ചോദിക്കണം, ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളവർ വന്ന് ചോദിക്കണം, അവര് ടാർഗറ്റ് ചെയ്യണം, അവർ ശ്രമിക്കുന്നുണ്ട്. ടു ബി ഫ്രാങ്ക് 100% പിള്ളേർ പണിയെടുത്ത് ശ്രമിക്കുന്നുണ്ട്, സത്യം പറയാലോ. പക്ഷേ അവർക്ക് ആള് മാറിപ്പോയി. ശരണ്യ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലാത്തതുകൊണ്ട് അവർക്ക് ചീറ്റി പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞു, അളിയ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ലവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐ ഡോണ്ട് കെയർ ആക്ച്വലി ഐ ഡോണ്ട് കെയർ. ഇതിനല്ല ശരണ്യ ഇവിടെ വന്നിരിക്കുന്നത്, ശരണ്യ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്, ശരണ്യ ഗെയിം കളിക്കും, ഓക്കെ. ഇത് ഇവർക്ക് ഡൈജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ടു ബി ഫ്രാങ്ക്, ഞാൻ സത്യം പറഞ്ഞത്, ഇപ്പോൾ പോലും ഞാൻ ടു ബി ഫ്രാങ്ക് പറയുന്നു, ഐ ഡോണ്ട് കെയർ. ഫോർ മീ ഐ ബിലീവ് ഇൻ റിയൽ റിലേഷൻഷിപ്പ്, റിയൽ ട്രൂ ഫ്രണ്ട്സ്, ട്രൂ ലവ്, ട്രൂ എല്ലാം ട്രൂ. അതാണ് ശരണ്യ. എനിക്ക് ട്രൂ റിലേഷൻസ് ആണ് താല്പര്യം. ദാറ്റ് വിൽ ബി ലോങ് ലാസ്റ്റിംഗ്. ഷോർട്ട് ടേമിന് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളല്ല ശരണ്യ.
എന്തെങ്കിലും കാര്യം സാധിക്കാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജയിക്കാൻ, അല്ലെങ്കിൽ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവമല്ല ഷർമിക്ക്. ഐ ബിലീവ് ഇൻ ട്രൂ റിലേഷൻഷിപ്പ്. അപ്പം അത് ഞാൻ പറഞ്ഞു, മനസ്സിലായോ? അപ്പം അതാണ് എൻ്റെ പോയിന്റ്. എനിക്ക് ഇങ്ങനെ ഫേക്ക് കാര്യങ്ങളിലേക്ക് എനിക്ക് വല്ല താല്പര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഇത് ചോദിക്കാൻ കാരണം, വീക്കെൻഡ് എപ്പിസോഡ് മുഴുവൻ ഡിസ്കഷൻ ഈ ജാസ്മിൻ ഗബ്രി വിഷയം തന്നെയായിരുന്നു. അപ്പോൾ അൻസിബ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ജാസ്മിന് പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിൽ ഇത്ര കൺഫ്യൂഷൻസിന്റെ ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള ഗെയിമേഴ്സിനും ഇത് ഒരു തോന്നിയിട്ടുള്ളൊരു കാര്യം കൂടെ ആയിരിക്കുമല്ലോ. കാരണം എല്ലാവരുടെയും ഒപ്പീനിയൻ അവിടെ എടുത്തു, നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ അത്തരം കൺഫ്യൂഷൻസ് നിങ്ങളുടെ ഹൗസിലും ഡിസ്കഷൻ ആയിരുന്നു? ഇനിയിപ്പോൾ ഇത് ഏത് വീക്കത്തെ കാര്യം ഈ ഹൻസിബ പറഞ്ഞു എന്നുള്ളത് പറയുന്നത്? ഒരു വിഷു വീക്കെൻഡിൽ ചോദിച്ചൊരു കാര്യമായിരുന്നു. ശരി, ഞാനിപ്പോൾ പറയാം. നമുക്കൊരു സ്കിറ്റ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ അച്ഛന് നെഞ്ച് ബ്ലോക്ക് എന്തോ ഉണ്ടെന്ന് പറഞ്ഞൊരു സീന്. ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് എൻ്റെ കാഴ്ചപ്പാടിൽ നടന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഒരു എപ്പിസോഡും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് സംഭവം എന്താണ് പുറത്ത് വന്നിട്ടുള്ളതെന്ന് ഇപ്പോഴും അറിയത്തില്ല. എനിക്കിപ്പോൾ എൻ്റെ ഒരു വാല്യുബിൾ ടൈം ഐ വോണ്ട് ടു സ്പെൻഡ് വിത്ത് മൈ ഫാമിലി, വിത്ത് മൈ ഫ്രണ്ട്സ്, ഐ വോണ്ട് ടു വർക്ക് ഇൻ മൂവീസ്. അതാണ്. അപ്പം ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് എൻ്റെ കണ്ണിൽ നടന്ന കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ട് ഞാൻ കാര്യം പറയാം. ബിഗ് ബോസ് ഹൗസിനകത്ത് ആ വീക്ക് ഞാൻ ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന് അറിയുന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. ബിഗ് ബോസ് ഹൗസിനകത്ത് ആ വീക്ക് നമുക്കൊരു ടാസ്ക് തന്നിട്ടുണ്ട്. ടാസ്ക് അല്ല, ഒരു സ്കിറ്റ് പോലെ എല്ലാവരും പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. ആ സ്കിറ്റിൽ നമ്മൾ ഓരോരോ ക്യാരക്ടേഴ്സ് ചെയ്യണമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ വീക്കിലാണ് എന്തോ കൺഫെഷൻ റൂമിൽ ജാസ്മിൻ പോകുന്നതും കുറേ മണിക്കൂർ ജാസ്മിനെ കാണാതെ ഇരിക്കുന്നതും അവിടുന്ന് ജാസ്മിൻ വിഷമിച്ച് പുറത്ത് വരുന്നതും ജാസ്മിൻ്റെ അച്ഛന് ഹാർട്ടിൻ്റെ ബ്ലോക്കാണ്, ആരും ബുദ്ധിമുട്ടിപ്പിക്കരുത്, ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി പോയി ഭയങ്കര കരച്ചിലായിരുന്നു. ഇതാണ് നമ്മൾ കാണുന്ന സീൻ, ഞാൻ കാണുന്ന സീൻ. അപ്പോൾ ഞാൻ അവിടെ ഞങ്ങൾ തൊട്ട് മുന്നേ വരെ പാട്ട് പാടി നമ്മളിങ്ങനെ ഡാൻസൊക്കെ കളിച്ചിരിക്കുകയായിരുന്നു. ഇത് വന്നു. അപ്പം ടു ബി ഫ്രാങ്ക് അങ്ങനെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വലിയ സ്റ്റേജാണ്. എത്ര നമ്മൾ ഉള്ളിൽ കല്ലുള്ളവരും പോലും ആ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവരെ എങ്ങനെയെങ്കിലും ബിഗ് ബോസ് ഹൗസിനകത്ത് ഫാമിലി എല്ലാവരും വിട്ടിട്ടിരിക്കുമ്പോൾ നമുക്ക് അവരെ ഒന്ന് കൺട്രോൾ ആക്കണം എന്നുള്ള ഒരു മൈൻഡ് വരും, അല്ലെങ്കിൽ അവരെ ഒന്ന് കൺസോൾ ആക്കണം എന്നുള്ള ഒരു ഇത് വരും. ജാസ്മിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, വിഷമിക്കണ്ടെന്ന് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിഷ്യേറ്റ് ഞാൻ നിന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു, ഓരോരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ ചെയ്ത് കാണിക്കാൻ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ജാസ്മിൻ്റെ അച്ഛൻ ഇങ്ങനത്തെ ഒരു ബ്ലോക്കിൻ്റെ സംഭവം ഉണ്ടോണ്ട് അവൾ വിഷമിച്ചിരുന്നോണ്ട് എല്ലാവരും ജാസ്മിനെ ചെയ്ത് കാണിച്ചില്ല. വൈ? ബിക്കോസ് ജാസ്മിനെ എല്ലാവരും തേച്ചൊട്ടിക്കാനായിട്ട് പോവായിരുന്നു. എന്ന് പറഞ്ഞാൽ അവളുടെ റിയൽ സ്വഭാവം ആ സ്കിറ്റിൽ കൂടെ കാണിക്കാനായിട്ട് ഇരുന്നത് എല്ലാവരും. ഒരു സ്കിറ്റല്ല, എല്ലാ ഹൗസുകൾക്കും ഓരോരോ. ജാസ്മിൻ മാത്രമല്ല, എല്ലാ കണ്ടസ്റ്റൻസുകളുടെയും നെഗറ്റീവ് കാണിച്ചുകൊണ്ട് കോമഡി ആക്കി സ്കിറ്റ് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ ചെയ്തത് ജാൻമോണിൻ്റെ ആയിരുന്നു. അങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സ് ഓരോരോ ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്ലാനിനെ ജാസ്മിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഇമോഷണലി ഫാമിലി ഈ ഒരു സമയത്ത് കാണുമ്പോൾ അവർക്കത് വിഷമം വരണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാ കണ്ടസ്റ്റൻസും കാണിച്ചില്ല. ആകെ റോക്കിയുടെ ടീം, ആ സമയത്ത് റോക്കിയുടെ ടീമിൽ ഹൻസിബ ഉണ്ടായിരുന്നു, റോക്കി, ഋഷി, വേറെ ആരും കൂടി ഉണ്ടായിരുന്നു, അപ്സരയായിരുന്നു തോന്നുന്നു, എനിക്കറിയില്ല, ഓർമ്മയില്ല. അപ്പം അവർ പക്ഷേ ചെയ്യുന്നുള്ള മൈൻഡിൽ അവർ ചെയ്യുകയും ചെയ്തു എന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു സീക്വൻസ് നടന്നെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് സോഫയിൽ എന്തോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പം റോക്കി അവിടെ നിന്നെന്തോ സംസാരം തുടങ്ങി. അപ്പോഴാണ് ജാസ്മിൻ്റെ എന്തോ പറഞ്ഞ ഡിബേറ്റ് പോലെ ഇങ്ങനെ തുടങ്ങിയപ്പോഴാണ് ജാസ്മിൻ്റെ വായിന്ന് വരുന്നത്, ഇനിയെങ്കിലും ഈ ടോപ്പിക് ഒന്ന് നിങ്ങൾക്ക് വിട്ടുകൂടെ ഗൈസ്, ഐ എം കമ്മിറ്റഡ് എന്ന് പറഞ്ഞു. പ്ലീസ് നിങ്ങൾ ഈ ടോപ്പിക്ക് വിടൂ, ഐ എം കമ്മിറ്റഡ്.
അത് ജാസ്മിൻ തന്നെ ജാസ്മിൻ്റെ വായിന്ന് പറഞ്ഞ കാര്യമാണ്. ജാസ്മിൻ അത് നോക്കി പറഞ്ഞത് തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കൊച്ചിൻ്റെ അച്ഛൻ്റെ ബ്ലോക്കിൻ്റെ കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സീൻ ഇവിടെ വരക്കിടാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ റോക്കി ബൈനെ ചൂടായി. റോക്കി ഇത് ഇപ്പം പറയേണ്ട വിഷയമാണോ, ഇത് മനസ്സിലാവുന്നില്ലേ എന്താ ഇപ്പം സംഭവം? ആക്ച്വലി റോക്കിക്ക് അറിയത്തില്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെ പോലും നമ്മൾ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ അവിടുന്ന് കുട്ടീനകത്തേക്ക് വിടുന്നത്. അപ്പോഴും എനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു, കമ്മിറ്റഡോ? അപ്പം ഇവിടെ ഈ ഗബ്രിയുടെ എന്താണ് സീൻ എന്ന് എനിക്ക് തോന്നിയ കാര്യമാണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ, അച്ഛൻ്റെ ഹാർട്ടിൻ്റെ ബ്ലോക്കും അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മളത് വിഷയം വലുതാക്കിയില്ല, നമ്മൾ വലിയായിട്ട് സംസാരം ഉണ്ടായില്ല. പിന്നെ ഈ എന്താ ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഹൻസിബ പറഞ്ഞൊരു പോയിന്റ് കൂടി ഉണ്ടല്ലോ, ഈ കമ്മിറ്റഡ് ആയ ആൾക്ക് എന്തിനാണ് ഈ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. യെസ്. പിന്നെ ലേറ്റർ ഓൺ സംസാരം പോയി പിന്നെയാണ് ഒരു സുപ്രഭാതത്തിൽ ഹൻസിബ ഈ പറയുന്നത് കമ്മിറ്റഡ് ആണെന്നുള്ള ഒരു സംഭവം ഇവള് പറഞ്ഞല്ലോ. അങ്ങനെ കമ്മിറ്റഡ് ഉള്ള ആളാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഈ റിലേഷൻ കാണിക്കുന്നു, അല്ലെങ്കിൽ അവർ എന്ത് ബന്ധമാണെങ്കിലും വാട്ട് എവർ ഇസ് തന്നെയും ഈ ഓവറായിട്ട് കാണിക്കുന്നു, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയൊക്കെ കൺഫ്യൂഷൻ കാണിക്കുന്ന കാര്യം എന്താണ്? കാരണം പൊതുവെ ഹൗസിൽ എല്ലാവർക്കും ഒരു ഈ പിള്ളേർ എന്താ കാണിക്കണേ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഈ ഹൻസിബയുടെ ഇപ്പോൾ പറയുന്ന പോയിന്റ്, ഇപ്പോൾ എനിക്ക് തോന്നിയ പോയിന്റ് എല്ലാം ശരിയാണ്. ഇപ്പോൾ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ആള് ആ റിലേഷന് ട്രൂത്ത്ഫുൾ ആയിരിക്കണം ഉണ്ടെങ്കിൽ. അപ്പം ഞാനിത് പേഴ്സണലി ഒരു പോയിന്റ് വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റൊക്കെ ചോദിച്ചത്. അപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു റിലേഷൻ ഇങ്ങനെ സംസാരിച്ച് വച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോയി, അത് ചുമ്മാ ഉറപ്പിച്ചിട്ടൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. വാക്കാൽ പറഞ്ഞതാണ്. ചുമ്മാ ഇങ്ങനെ പറഞ്ഞതാ, ഉറപ്പിച്ചിട്ടൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഈ ഉറപ്പിച്ചതായാലും ഉറപ്പിച്ചതില്ലെങ്കിലും ജാസ്മിൻ അറിയാം, ജാസ്മിൻ എന്തൊക്കെയാണ് ലൈഫിൽ ചെയ്തിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. നമ്മളുടെ സ്റ്റാൻഡും നമ്മൾ എന്തിനാണ് വന്നതും നമ്മൾ അതിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. ജാസ്മിൻ വന്ന ഗെയിം കളിക്കാനാണെങ്കിൽ ഗെയിമും അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഫ്യൂച്ചർ ലൈഫിനെ പറ്റി ചിന്തിച്ച് മുന്നോട്ട് പോയായിരുന്നെങ്കിൽ ടു ബി ഫ്രാങ്ക് ഐ വിൽ ബി വിത്ത് ഹെർ. പക്ഷെ ഞാൻ കണ്ട ജാസ്മിൻ, കാരണം ജാസ്മിന് വെർബലി സംസാരിക്കാനൊക്കെ നല്ല സ്മാർട്ടാണ്. അപ്പം ഗെയിമും ഞാൻ അങ്ങനെ പറയില്ല, പക്ഷെ വെർബലി ഷീ സ്മാർട്ട്. ഗെയിമൊന്നും ടാസ്കിലൊന്നും വലിയായിട്ട് കളിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈവൻ കുറേ കാര്യങ്ങളുണ്ട്, പേരെടുത്ത് ഞാൻ പറയണില്ല, പക്ഷെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് അങ്ങനെയൊക്കെ ഈ ഫോക്കസ് ഇൻഡിവിജ്വലായിട്ട് ഉള്ള ഒരു ഗെയിം കളിക്കുമായിരുന്നെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഗുഡ്. ഞാൻ ഇനീഷ്യൽ തൊട്ടിട്ട് ഗബ്രിയോടും പറയുന്നുണ്ട്, ജാസ്മിനോടും പറയുന്നുണ്ട്, ആൻഡ് ഞാനത് അവരോട് ഓപ്പണായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, യു ഗൈസ് പ്ലേ ഇൻഡിവിജ്വലി. പക്ഷെ ഇവർ ഇൻഡിവിജ്വലി കളിച്ചായിരുന്നെങ്കിൽ ഇവർക്ക് ചിലപ്പം ഇത്രം പബ്ലിക്ലി ഇവരിത്രം എന്താ പറയുക ശ്രദ്ധിക്കപ്പെടില്ലായിരിക്കും. അവരോട് അല്ല അപ്പൊ ചോദിച്ചില്ല അവരതിനു വേണ്ടിയാണല്ലോ ഈ ഒരു രീതി എടുത്തത്. അവർക്ക് വേഗം തന്നെ എല്ലാവരും ലവ് ട്രാക്ക് പിടിച്ചിട്ട് എല്ലാവരും കണ്ണിൽ വരണമായിരുന്നു. അത് അവർ ചെയ്തു, പക്ഷെ മൊത്തം നെഗറ്റീവ് അടിച്ചു എന്നേ ഉള്ളൂ. കാരണം അവർ ചെയ്യുന്നതും പാതി നെഗറ്റീവ് രീതി അല്ല, പ്രോപ്പർ അല്ല, അതുകൊണ്ടാണ്. അല്ല ഇപ്പോ അപ്പോഴും ഈ ഗബ്രിയുടെ ഒരു സംഭവമൊക്കെയാണ്, ഗബ്രി വിക്റ്റായി കഴിഞ്ഞപ്പോഴും ആ ഹൗസിൽ നിങ്ങൾക്കൊന്നും വിട പറയാൻ പോലും പറ്റിയിട്ടില്ല, ആരോടും ബായി പറയാണ്ട് വേറൊരു വഴി കൂടെയാണ്. അപ്പോഴും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ല, എന്താ സംഭവിക്കാൻ പോണേ, എന്താ സംഭവിക്കണേ, എന്ത് കാരണം ഗബ്രി എവിക്റ്റ് ആയേ? ഇല്ല, എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഗബ്രീനെ ഗബ്രി ഓർ ജാസ്മിൻ, കാരണം ദിസ് ഇസ് നോട്ട് ഫെയർ. എല്ലാം കണ്ടസ്റ്റൻസ് ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്, എല്ലാരും കളിക്കുന്ന ഒറ്റയ്ക്കാണ്. അപ്പൊ ഇവരിവിടെ വന്നിട്ട് ഒറ്റൊരു ദിവസം കൊണ്ട് തന്നെ ഇവര് സൗഹൃദ ബന്ധമായി, വാട്ട് എവർ ബന്ധം അവരായിട്ട് ഇവർ കളിക്കുന്ന മൊത്തം ഒരുമിച്ചാണ്. അപ്പോൾ ഇവർ ഒരുമിച്ച് ഗെയിംസിൽ കളിക്കുമ്പോഴും ആ ഒരു സ്ട്രെങ്ത് കിട്ടുകയാണ്.
അവിടെ ടാസ്കുകൾ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സപ്പോർട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് അത് ആക്ച്വലി ഐ എം നോട്ട് ഓക്കെ വിത്ത് ദാറ്റ്. കാരണം ഇൻഡിവിജ്വൽ കളിക്കണം എന്നാണ് ഞാൻ എല്ലാവരോടും പറയും. ഇത് ഇൻഡിവിജ്വൽ ഗെയിമാണ്. സോ അത് കളിക്കാതെ ഇങ്ങനെ അത് എനിക്ക് ഓക്കെ അല്ലായിരുന്നു. ആൻഡ് അവർ ടാലൻറ്റഡ് ആണ്. ഗബ്രി ഓൾസോ ടാലൻറ്റഡ്, ജാസ്മിൻ ഈസ് ഓൾസോ ടാലൻറ്റഡ്. പക്ഷേ ഇൻഡിവിജ്വൽ കളിച്ചായിരുന്നെങ്കിലായിരുന്നു അതിൻ്റെ അവരുടെ ഒരു ഇത് വരുവുള്ളായിരുന്നു, എന്താ പറയുക, ഐഡൻറ്റിറ്റി വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഇവർ ഡ്യുവൽ ഗെയിം ഒരുമിച്ചുള്ള കളിച്ചുകൊണ്ട് അവർക്ക് കിട്ടേണ്ട അത്രം കിട്ടിയിട്ടില്ല. അത് കാരണം തന്നെ സ്പ്ലിറ്റ് ഇൻഡിവിജ്വൽ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ഞാൻ 2 റൂമിലേക്ക് ആക്കിയത്. അപ്പം ഞാൻ ജാസ്മിനോട് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്തോ അന്ന് പറഞ്ഞില്ലേ? അപ്പം പറഞ്ഞു, ആ ശരിയാണ്, അത് നമ്മളുടെ ഇങ്ങനെ ഫിക്സ് ഒന്നും ഇല്ല, അത് ചുമ്മാ ഇങ്ങനെ ഒന്ന് പറഞ്ഞോളൂ, അത് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ആ ഗബ്രീനെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ മുന്നേ വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈൽഡ് കാർഡ് എൻട്രീസ് വന്ന് ഇന്നും നമുക്ക് മനസ്സിലായത് ഷീ ഈസ് കമ്മിറ്റഡ്. ഇപ്പൊ ഈ പവർ റൂമിന്റെ ഒരു കാര്യം പറയുക, പവർ റൂമിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത ഒരു ടീമാണല്ലോ ശരിക്കും നിങ്ങളുടെ ഒരു പവർ ടീം എന്ന് പറയുന്നത്. കാരണം വീണ്ടും പവർ എങ്ങനെ യൂസ് ചെയ്ത് പലരും ആദ്യമൊക്കെ നിങ്ങൾ തന്നെ ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കുറെ കാര്യങ്ങളിൽ. ഇപ്പോൾ ഫുഡ് കഴിക്കണ്ടെന്ന് പറയാ, വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയാ, പവർ ഉപയോഗിച്ച് ഒരാളെ റിലീസ് ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുവരാം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. നിങ്ങൾ പവർ റൂമില് ഒരു പവർ റൂം പൂട്ടിയിടുന്നു, ഹൗസിന്റെ ഡോർ പൂട്ടിയിടുന്നു, ഇതൊക്കെ രസമാണെങ്കിലും അതിന്റെ ഒരു പവർഫുൾ ഫിഗർ നിങ്ങളാണല്ലോ ഐഡന്റിഫൈ ചെയ്ത്. ശരിക്കും അതെങ്ങനെ ബാക്കിയുള്ള ഗെയിമേഴ്സിന് ഭയങ്കരമായിട്ട് കൗണ്ടറായിട്ട് മാറിയിട്ടുള്ളത്? തീർച്ചയായും അതൊരു വലിയ ടോക്കായിരുന്നു, സംസാരമായിരുന്നു. കാരണം പവർ റൂം എന്ന് പറയുന്നതായിരുന്നു ഈ വട്ടത്തെ സീസണിന്റെ കോൺസെപ്റ്റ് തന്നെ. ഒരു മാറ്റിപ്പിടിക്കൽ എന്ന് പറയാൻ ഉദ്ദേശിച്ചത് പവർ റൂമാണ്. പവർ റൂമിലെ പവർ കിട്ടിക്കഴിയുമ്പോൾ ആ മെമ്പേഴ്സ് എന്തൊക്കെയായിരിക്കും പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന അവരുടെ പവേഴ്സ്, ആ പവർ കൊണ്ട് എങ്ങനെയായിരിക്കും ഓരോ കണ്ടസ്റ്റൻസിനെ ഏത് രീതിയിലായിരിക്കും അത് ഹെൽപ്പ് ആവുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ആകാതെ ഇരിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്യാനായിട്ടുണ്ടായിരുന്ന ഈ വട്ടത്തെ പുതിയ കോൺസെപ്റ്റ്. പവർ റൂമിൽ ഓരോ വട്ടം ഓരോ ആൾക്കാർ ജയിക്കും, കയറും, അവർ ആ വെള്ളം എടുത്തുകൊണ്ട് വരും, അല്ലെങ്കിൽ മറ്റേ എന്താണ് എന്തെങ്കിലും ഫുഡ് തരൂ, അത് വേണ്ട, പ്ലേറ്റ് മറ്റേ എച്ചിൽ പാത്രം കഴുകൂ, ഇങ്ങനത്തെയൊക്കെ പറഞ്ഞാൽ കൂടിപ്പോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഓഫ് പവേഴ്സ് ആണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു പവർ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ കാണിക്കണം. പവർ എന്ന് പറയുമ്പോൾ വലിയതായിട്ട് എനിക്ക് അങ്ങനെ പവർ കാണിച്ച് ഞാൻ കയറുന്ന മുന്നേ വരെയുള്ള കാര്യമാണ് പറയുന്നത്. ഒരു വലിയ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ല. വെള്ളം കൊണ്ടുവരാൻ പറയുന്നു, അല്ലെങ്കിൽ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ സ്വിച്ച് ചെയ്യുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്, ഗബ്രി ജാസ്മിൻ പണിയെടുക്കുന്ന കാണുമ്പോൾ ഗബ്രി ചെയ്യുന്ന ആ യൂസ് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ എൻ്റെ പവർ ഉപയോഗിച്ച് പറയുന്നു ജാസ്മിൻ വരൂ, വേറെ ഫ്ലോറത്തെ ടീമിനെ ഒരാളെ സ്വിച്ച് ചെയ്യിപ്പിക്കും. അപ്പോൾ ജാസ്മിൻ ഫ്രീ ആയേ, മനസ്സിലായോ? പണിയെടുക്കണ്ടല്ലോ. ഇവരുടെ പ്ലാൻ തന്നെ അതായിരിക്കും. എന്നിട്ട് അവർ അപ്പുറത്ത് ഇപ്പുറത്ത് സോഫയിലും മറ്റേ വാരത്തോട്ടത്തിലും പോയിട്ട് കണ്ടന്റ് ഉണ്ടാക്കലാണ് പരിപാടി. ഇതിനായിരുന്നു ആ പവർ. ഇപ്പൊ ചിരിച്ചില്ലേ? അവിടെ ചിരിക്കണോ കരയണോ ദേഷ്യപ്പെടണോ എന്താണ് അപ്പാന്നുള്ള അവസ്ഥ. ഭയങ്കര സമ്മർദ്ദത്തിലാവുക. ഇപ്പൊ ജാസ്മിൻ കിച്ചൺ ടീമിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. ജാസ്മിനെ കൊണ്ട് പണിയെടുപ്പിക്കൂല. ഗബ്രി ചെയ്യുന്ന പരിപാടി ഇതായിരുന്നു. ഇനി ഗബ്രി അല്ല, വേറെ ആൾക്കാർ ഇപ്പം റിവെഞ്ച് ഉള്ളിൽ ദേഷ്യമുള്ളവരെന്ത് ചെയ്യും? അവരെ കൊണ്ട് ഇതും കൂടി ചെയ്യും. അങ്ങനെയൊക്കെ പവർ. ഓക്കെ ഫൈൻ, അതിലും ഒരു രസമെങ്കിലും ഉണ്ടാവും എന്ന് പറയാം, എന്തെങ്കിലും രസം ഉണ്ടെന്ന് പറയാം. അങ്ങനെ പവർ റൈറ്റ് രീതിയിൽ ഉപയോഗിച്ചിട്ട് കുറവായിരുന്നു. ഈ സമയത്തൊക്കെ പവർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അപ്രിഷിയേഷൻ കൊടുത്തിട്ടുമുണ്ട് ലാലേട്ടൻ. പലവരുടെയും 1-2 ഇത് ചെയ്ത നല്ല കാര്യം, അത് ചെയ്ത നല്ല കാര്യം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ഞങ്ങൾ വന്ന സമയത്താണ് പവർ റൂമിൻ്റെ പവർ ഇംപ്ലിമെൻ്റ് ആവുന്നതും അത് ചർച്ചാ വിഷയമാവുന്നതും. എനിക്ക് ഉറപ്പുണ്ട് അത് പുറത്തൊരു ചർച്ചാ വിഷയം ഉണ്ടായിട്ടുണ്ടാവും. അത് നല്ല സെൻസിലാണോ ബാഡ് സെൻസിലാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല.
പക്ഷെ എനിക്ക് അകത്തിരുന്നോണ്ട് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഇതൊരു ചർച്ചാ വിഷയമായിരിക്കും. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത പവർ ആയിരുന്നു മറ്റേ ഡെൻ റൂം ലോക്ക് ചെയ്യുക. ഞാൻ എൻ്റെ പവർ ഉപയോഗിച്ച് പറയുന്നു, ഡെൻ റൂം ലോക്ക് ചെയ്യുക. അപ്പം ആ പവർ ആദ്യമായിട്ടാണ് പവർ ആ സ്റ്റിക്ക് ഉപയോഗിച്ചത്. ഡെൻ റൂം ലോക്ക് ചെയ്തു. ആ ഡെൻ റൂം ലോക്ക് ചെയ്ത് എന്തിനാണെന്നറിയാവോ? എന്തിനാ? മേ ബി കണ്ടസ്റ്റൻസിന് ഒരു അവരുടെ ടാസ്കിൽ നിന്നും അവരെ വർക്ക് ഒക്കെ കുറച്ചുകൂടി ഡിലേ ആവും, അവരെ മെന്റലി കുറച്ചുകൂടെ സ്ട്രെസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഡെൻ റൂമത്തെ ആൾക്കാരെ സ്ട്രെസ്ഡ് ആക്കാൻ വേണ്ടി ഇതാണോ ആണല്ലോ ഉദ്ദേശിച്ചത്. പക്ഷെ അതല്ല. അപ്പം ഒരു വീക്കിലെ എപ്പിസോഡിൽ ലാലേട്ട ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇവര് ഇൻഡിവിജ്വൽ ഗബ്രി ജാസ്മിൻ ഇൻഡിവിജ്വൽ കളിക്കട്ടെ. മനസ്സിലായോ? ഇവര് ഇൻഡിവിജ്വൽ കളിക്കട്ടെ, നിങ്ങൾ ഒരു വേദി റെഡിയാക്കി കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവരങ്ങനെ കളിച്ചോട്ടെ. നിങ്ങൾക്ക് എപ്പോഴും എല്ലാവർക്കും ഇതാണല്ലോ പ്രശ്നം, ഇൻഡിവിജ്വൽ കളിക്കുന്നില്ല. എന്നാൽ ഇനിയും തൊട്ട് ഇവർ ഇൻഡിവിജ്വൽ കളിക്കട്ടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇൻഡിവിജ്വൽ കളിക്കുന്നെങ്കിൽ ഇവരുടെ റൂം ഇവർ ഒരുമിച്ച് ഇരിക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് സ്പ്ലിറ്റ് ആക്കി കൊടുത്തു. ഇവരാവുന്ന 18 അടവും നോക്കി ഒരേപോലെ ഇരിക്കാൻ, തിരിച്ചു മറിച്ചൊക്കെ പറഞ്ഞു നോക്കി. ഞങ്ങൾക്ക് അല്ലെങ്കിലും ഇൻഡിവിജ്വല് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് ബ്രെയിൻ വാഷ്, നമ്മളെങ്ങനെ ഇട്ടാൽ മതി, അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മളെന്ത് ചെയ്തു? ഇല്ല, ലാലേട്ടൻ പറഞ്ഞ കാര്യമല്ലേ, നമ്മളത് കേൾക്കും. ഇവരെ രണ്ട് റൂമിലാക്കി. 2 റൂമിലാക്കിയത് എന്തിനാ? ഇവർക്ക് ഓരോ ടാസ്കുകളും കാര്യങ്ങളും വരുമ്പോൾ അതിൽ ഇൻഡിവിജ്വലി വേറെ ടീമിൻ്റെ കൂടെ ഇണങ്ങാനും അതിൽ ഗെയിം അവർ കളിക്കാനാണ്, നല്ല ഇൻറ്റൻഷനിലാണ് അവരങ്ങനെ ആക്കിയത്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? അവിടെയും ജാസ്മിൻ എന്തോ ചെയ്യുന്നത്? ജാസ്മിൻ ഇരുന്നത് ടണൽ, ഡെന്നാണ് റൂം ലോക്ക് ചെയ്തത്. ടണലിൽ നിന്ന് ജാസ്മിൻ ഡെന്നി വന്നിട്ട് ഡെന്നത്തെ ആൾക്കാരുടെ മുടി കെട്ടി കൊടുക്കുന്നു, മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ടീം. അവരുടെ കൂടെയാണ് നിങ്ങൾക്ക് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും മേക്കപ്പ് എല്ലാം ചെയ്യേണ്ടത്. നിങ്ങൾ ടീം വർക്ക് ആണെങ്കിൽ ടീമിന്റെ കൂടെ നിൽക്കണം. ഈ ലാസ്റ്റ് മൂമെന്റിലും നമ്മൾ അവിടെ ഇരുന്ന് നോക്കുകയാണ്, നമ്മൾ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഇവരെ ഇൻഡിവിജ്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്? എന്തിനാണ്? അവരുടെ നല്ല കാര്യത്തിനാണ് നമ്മൾ മാറ്റിയത്. അവർ മാറ്റിയെങ്കിൽ എന്നാൽ അവരത് ചെയ്യണ്ടേ? എല്ലാം കഴിഞ്ഞിട്ട് വന്ന് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചോ ചെയ്തോ. പക്ഷെ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് വേറെ ടീമിനും അത്ര യോജിപ്പുണ്ടായില്ല. ഞങ്ങൾ പറഞ്ഞു ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ പറഞ്ഞ ആൾക്കും എവിഡൻസ് ഇല്ല, ഇതില്ല, ഡെൻ റൂം ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. ആദ്യം ഇവർ പറഞ്ഞു, നടന്നില്ല. പിന്നെ ഞാനും ജിൻറ്റോയും നല്ല സ്ട്രോങ് ആയിട്ട് പവർ ഉപയോഗിച്ച് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, പവർ ഉപയോഗിച്ച് ഡെൻ റൂം ലോക്ക് ചെയ്യുക. അതാണ് തോന്നുന്നു ക്ലിപ്സ് പോലെ എന്തൊക്കെയോ നിങ്ങൾ കണ്ടത്. ഡെൻ റൂം ലോക്കായി. ഓക്കെ, ഡെൻ റൂം അപ്പോഴാണ് ആദ്യം പറഞ്ഞ സമയത്ത് വേറെ ആളുടെ പറഞ്ഞ സമയത്ത് ആയില്ല. പക്ഷെ ജിൻറ്റോയും ഞാനും അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ആയി. ഡെൻ റൂം ലോക്കായിട്ട് ഇവരാദ്യമായിട്ടാണ് ഡെൻ റൂംകാരൊക്കെ നോക്കുന്നത്, ഇതെന്ത് പവർ, ഇതേത് പവർ. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന അപ്സര, റസ്മീൻ, ഗബ്രി, അർജുൻ, ഈ വന്ന ജാസ്മിൻ. അങ്ങനെയാണ് ആ സംഭവം. അപ്പോൾ എന്താ, ടാസ്ക് തുടങ്ങുമല്ലോ. ഇവർക്ക് റിയലൈസേഷൻ വരാൻ എന്ന് പറഞ്ഞാൽ അടുത്ത വീക്കിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഈ സംസാരം വരണം. എന്തുകൊണ്ട് ലോക്ക് ചെയ്തു? ഇന്ന കാരണം കൊണ്ട് ലോക്ക് ചെയ്തു. ഇവർ ഇൻഡിവിജ്വലി കളിക്കുന്നില്ല. ഇത് തന്നെയാണല്ലേ ലാലേട്ടൻ പറഞ്ഞു തന്നത്, ഇവരെ ഇൻഡിവിജ്വൽ കളിക്കാൻ നിങ്ങൾ കൊടുക്കൂ, ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഇവർ കളിക്കുന്നില്ല എന്ന് കാണിക്കാനാണ് ലോക്ക് ചെയ്തത്. അപ്പൊ എന്തായി? സീനായി. ഇവർ ഭയങ്കര ഡ്രാമ, ഇവർക്ക് ഇമോഷണലി ഡ്രാമ. ഇവർക്ക് യൂറിൻ പോകണം, ഇവർക്ക് അത് പോകണം, ഇവർക്ക് ഇത് പോകണം, കൊടുക്കുന്നില്ല, എടുക്കുന്നില്ല. നമ്മൾ ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. അവരവിടെ കിടന്ന് ഡ്രാമ കാണിച്ചുകൊണ്ടിരുന്നു. ഗെയിമിന് പറഞ്ഞു എല്ലാ കണ്ടസ്റ്റന്റും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ ചെയ്ത ശരിയാണ്, ഇല്ല, എല്ലാവരും ഓക്കെ ആയിരുന്നു. കാരണം ശരിയാണ്. പിന്നെ നമ്മൾ ഇവരെ റിലീസ് ചെയ്ത് വിടുക ചെയ്തത്. മനസ്സിലായോ? അപ്പൊ ഇത്ര നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ആ വീക്ക് കൊടുത്തത്. അത് മാത്രമല്ല, അങ്ങനെ പിന്നെ ഇവർക്ക് അങ്ങ് എതിരായി നമ്മളോട്.
ഇവരുടെ ഫേസസ് ഒക്കെ ഗബ്രിയുടെയും ജാസ്മിന്റെയും ഫേസസ് പുറത്ത് വന്നു തുടങ്ങി. ഇവരുടെ ഫേസസ് അങ്ങനെയാണ്. പിന്നെ ഇതങ്ങ് ടോക്ക് മാറി 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 ഈ സിബിന്റെ എപ്പിസോഡില് അങ്ങനെയൊക്കെ വന്നത്, മൊത്തം ഒരു റിവെഞ്ച് മൈൻഡിലേക്ക് കാര്യങ്ങൾ വന്നത്. അപ്പൊ ഞാൻ നിന്ന 3 വീക്സിലും നല്ല രീതിയിൽ പവർ ഇംപ്ലിമെന്റ്, ഞാൻ അഭിമാനത്തോടെ അത് പറയും, വേറെ ആൾക്കാരെ കൂട്ടേ അല്ലായിരുന്നു. ഞാൻ 3 വീക്കും നല്ല രീതിയിൽ, ഞാൻ ഉണ്ടായിരുന്ന വീക്കുകളിൽ ഞാൻ യോഗ എല്ലാരെയും കൊണ്ട് യോഗ ചെയ്യിപ്പിച്ചു, ഞാൻ എല്ലാരെയും കൊണ്ട് ഈ പവർ ഇംപ്ലിമെന്റ് ചെയ്യിപ്പിച്ചു. ഞാൻ ആ മറ്റേ പ്രേതത്തിന്റെ സംഭവങ്ങളൊക്കെ നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു കണ്ടന്റ് ഉള്ള ടാസ്ക് ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് എല്ലാ വീക്കിലും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഗെയിം ടാസ്ക് കളിച്ച് ജയിച്ചാണ് പവർ റൂമിൽ ഇരുന്നത്. അപ്പൊ ചുമ്മാതെ ഫ്രീക്ക് ഓസിനെ ആരെങ്കിലും വിളിച്ച് എന്നെ ഇതുവരെ ഒരു രീതിയിലും ഫേവർ എനിക്ക് ഒരാളും ചെയ്തിട്ടില്ല, ഒരു കണ്ടസ്റ്റന്റും എനിക്ക് ഫേവർ എന്ന് പറയുന്ന സംഭവം ചെയ്തിട്ടില്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഞാൻ പവർ റൂമിൽ കയറിയിരുന്നിട്ടുള്ളത്. ടാസ്കും ജയിച്ചും ആടെ ഫേവറിസം ഇല്ലാതെ, ആടെ കുശുമ്പും പറയാതെ കുഞ്ഞാത്രം പറയാതെ ഒന്നുമില്ല, ഒറ്റയ്ക്കായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ. ഫുഡും കാര്യങ്ങളും പവർ റൂമിൽ കിട്ടിയ ലക്ഷറി ഫുഡുകൾ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ഗംഭീര വയറ് നിറഞ്ഞ് പ്രോൺസ്, ചിക്കന്, മട്ടനും എല്ലാം കൊടുത്ത് എല്ലാവരും ഹാപ്പി ആക്കിയിട്ടായിരുന്നു അവിടെ നിർത്തിയത്. ഞങ്ങളുടെ പവർ റൂമിന്റെ ഫുഡ് നമ്മൾ കൊടുക്കുമായിരുന്നു ആൾക്കാർക്ക്, കാരണം നമ്മൾ അതുപോലും പിടിച്ചു വെച്ചില്ല. അല്ല, അതിന്റെ ഇടയ്ക്ക് കുറെ മോഷണം നടക്കുന്നുണ്ട്, അത് നമ്മൾ അതെ 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 ആ ഫുഡാണ്, മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ രീതിയിലും ഹാപ്പി ആക്കുന്ന രീതിയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നും പറയുന്ന അത് നിങ്ങൾ ഇത്ര ലിബറൽ മൈൻഡ് ആയതുകൊണ്ടാണോ അത് ശ്രദ്ധിക്കാൻ? അല്ല, നമ്മൾ കുറെ ഫുഡ്, കാരണം കുറെ ആൾക്കാരെല്ലാരും വിശന്നൊക്കെ ഇരിക്കുകയാണ്, അത് നമ്മൾ കാണുന്ന പോലെയല്ല. അപ്പൊ നമ്മൾ കുറെയൊക്കെ അങ്ങ് പോട്ടെ, പിന്നെ വിശന്നിരിക്കുകയല്ലേ ഇപ്പൊ വിട്ട് കളയുന്നത്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ ആ പവർ റൂമിലെ ഏറ്റവും നല്ല സ്ട്രോങ് രീതിയിലും ഏറ്റവും പോസിറ്റീവ് രീതിയിലുമാണ് ആ പവർ റൂമിന്റെ സംഭവം ഞാൻ കൊണ്ടുപോയിട്ടുള്ളത്. അത് ഇനി പവർ കാണിച്ചില്ല എന്ന് പറയുന്നത് ഏറ്റവും ഞാനത് വിശ്വസിക്കത്തില്ല. എനിക്ക് ഉറപ്പുണ്ട് പവർ റൂമിൽ ഏറ്റവും പവറായിട്ട് കാണിച്ചത് ഞങ്ങളായിരുന്നു.